ഇന്ത്യ രാജ്യത്ത് ഉടനീളമായിരുന്നാലും കേരളത്തിലായിരുന്നാലും ബി.ജെ.പിക്കും ആർ.എസ്.എസിനും നമ്പർ 1 ശത്രു കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയാണ് അവർ മുറവിളി കൂട്ടുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന CPIM-നെ പോലുള്ള പ്രാദേശിക പാർട്ടികളെ അല്ല അവർ ശത്രു സ്ഥാനത്ത് പ്രഖ്യാപിക്കുന്നത്. കാരണം എവിടെയൊക്കെ BJP അതിശക്തമായി ഉണ്ടോ അവിടെയൊക്കെ പ്രതിപക്ഷത്ത് കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന ആശയങ്ങളും തമ്മിലാണ് ഏറ്റുമുട്ടൽ. പോൾ വാക്കറെയും സവാക്കറെയും അതുപോലെ തന്നെ RSSന്റെ സ്ഥാപക നേതാക്കളെയൊന്നും കോൺഗ്രസ് ഒരു കാലത്തും അംഗീകരിക്കില്ല. അതിന് കാരണം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഇവർക്കാർക്കും യാതൊരു പങ്കുമില്ല എന്ന് മാത്രമല്ല, ഇവരെല്ലാം ബ്രിട്ടീഷുകാരോട് വലിയ രീതിയിൽ വിധേയത്വം പുലർത്തിയിരുന്നു എന്നുള്ളത് തെളിവ് സഹിതം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ആ സംസ്ഥാനങ്ങളിൽ ചരിത്ര പുസ്തകത്തിൽ നിന്നും പാഠഭാഗത്തിൽ നിന്നും കോൺഗ്രസ് നേതാക്കളുടെ സംഭാവനയെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങളെ ഒട്ടുമുക്കാലും നീക്കിക്കൊണ്ട് പകരമായി പോൾ വാക്കറെയും സവാക്കറെയും ഒക്കെ ഉൾപ്പെടുത്തുന്ന രാഷ്ട്രീയ രീതിയാണ്. അതായത് വർഗീയ വിഷം കുത്തിവെച്ച് ഓരോ യുവ മിഥുനങ്ങളെയും നശിപ്പിക്കുക എന്നുള്ള രീതിയാണ് BJP അവലംബിക്കുന്നതെന്ന് വെറുതെയല്ല കോൺഗ്രസ് പറയുന്നത്. കേരളത്തിൽ പാലക്കാട് മാത്രമല്ല മറ്റേത് സ്ഥലത്തായിരുന്നാലും BJP അല്ല ആര് ഭരിച്ചായിരുന്നാലും പൊതു ഇടങ്ങളിൽ RSS സ്ഥാപകരുടെ പേരിടാനുള്ള ഒരു രീതിയിലുള്ള അവകാശവാദവും BJPക്ക് ഉന്നയിക്കാൻ കഴിയില്ല. കേരളത്തിൽ CPIM ഉള്ളതുകൊണ്ടല്ല RSSന്റെ നേതാക്കൾ അവർ വിറളി പിടിക്കുന്നത്. അവർ വിറളി പിടിക്കുന്നതിന് കാരണമാകുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾ അതിശക്തമായി അവർക്കെതിരെ പൊരുതുന്നത് കൊണ്ടാണ്. ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാൻ കോൺഗ്രസ് മുതിരുന്നു എന്ന് പറഞ്ഞ് BJP കളിയാക്കുമ്പോൾ കേരളത്തിൽ നിന്നും കൂടുതൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും ഈ രാജ്യത്ത് 15% വരുന്ന മുസ്ലിം വിഭാഗത്തിനും അതുപോലെ മറ്റ് വിഭാഗങ്ങൾക്കും യാതൊരുവിധ പരിരക്ഷയും BJP നൽകുന്നില്ല. അവരെ ഈ രാജ്യത്ത് അടിച്ചൊതുക്കാൻ BJP നടത്തുന്ന പദ്ധതികളുണ്ട്. പൗരത്വ നിയമ ഭേദഗതി ആയിരുന്നാലും വഖഫ് നിയമ ഭേദഗതി ബില്ലായിരുന്നാലും ഇതിലെല്ലാം വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നത്. അതായത് BJPയുടെ ഏറ്റവും വലിയ അജണ്ട വർഗീയ ഭിന്നിപ്പുണ്ടാക്കുക. ഡിവൈഡ് ആൻഡ് റൂൾ ബ്രിട്ടീഷുകാരെങ്ങനെയാണോ ചെയ്തത് അത് കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ തകർക്കുക, മുച്ചൂട മുടിക്കുക. അതിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും കോൺഗ്രസിൻ്റെ യുവ നേതൃത്വവും ശക്തമായി പോരാടുന്നത്. അതുകൊണ്ട് BJPയുടെ നേതാക്കൾക്ക് സ്വാഭാവികമായും അവരുടെ കാല് വെട്ടണമെന്നും അവരുടെ കൈ വെട്ടണമെന്നും ഒക്കെ ആഗ്രഹം കാണും. പാലക്കാട് ഉള്ള നേതാക്കൾ കൊലവിളി നടത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കാല് കുത്തിക്കില്ല എന്നുള്ളത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞൊരു മറുപടിയുണ്ട്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുക്കുന്നത് RSS ശാഖയിൽ നിന്നാണോ എന്ന് ചോദിച്ചു. അല്ലാത്തിടത്തോളം കാലം താൻ പാലക്കാട് കാല് കുത്തുക തന്നെ ചെയ്യും. ഇനി തൻ്റെ കാല് വെട്ടി മാറ്റിയാൽ ഉള്ള ഉടല് വെച്ചെങ്കിലും RSSനെതിരെ പ്രതിഷേധിക്കും. ഏതെങ്കിലുമൊക്കെ ഭാഗം വെട്ടിമാറ്റിയാലും ജീവനുള്ളിടത്തോളം കാലം RSSനെതിരെ സമരം ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് മാങ്കൂട്ടം കടുപ്പിച്ച് പറഞ്ഞത്.